സംസ്ഥാനത്ത് മയക്കുമരുന്ന് വേട്ട കർശനമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസും എക്സൈസും സംയുക്ത യോഗം ചേർന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് എന്നിവരുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സംസ്ഥാനത്ത് സിന്തറ്റിക് ലഹരിക്കൊപ്പം ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന വേദന സംഹാരികളും മയക്കുമരുന്ന് മാഫിയ ലഹരിക്കായി ഉപയോഗിക്കുന്നതായി വിലയിരുത്തി. ഇക്കാര്യത്തിൽ കർശന നടപടികൾ സ്വീകരിക്കാനാണ് യോഗത്തിലെടുത്ത തീരുമാനം. ഇതിന്റെ ഭാഗമായി വേദന സംഹാരികൾ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വ്യാപകമായി മയക്കുമരുന്ന് വിൽപ്പനക്കാർ കൈവശപ്പെടുത്തുന്ന കാര്യം ആരോഗ്യവകുപ്പിനെയും ഡ്രഗ് കൺട്രോളറെയും അറിയിക്കും. ഇതിനായി കത്ത് നൽകാനാണ് തീരുമാനം. ഇതുകൂടാതെ ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന വേദന സംഹാരികൾ അബ്കാരി നിയമത്തിൽപ്പെടുന്ന ലഹരിമരുന്ന് പട്ടികയിൽപ്പെടുത്താനും നടപടിയെടുക്കും. ഇതിന്റെ സാധ്യത പരിശോധിക്കാൻ എക്സൈസ് വകുപ്പിനെ ചുമതലപ്പെടുത്തി. അബ്കാരി ചട്ടത്തിലെ ലഹരിമരുന്ന് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതോടെ ഇത്തരം മരുന്നുകൾ അനധികൃതമായി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തിയാൽ ഉപയോഗിക്കുന്നവർക്കും വിൽപ്പന നടത്തിയ മെഡിക്കൽ സ്റ്റോറുകൾക്കുമെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ കഴിയും. പെറ്റാഡിൻ, മോർഫിൻ, ഫെൻഡാലിൻ പോലുള്ള ഓപ്പിയോയിഡ് വിഭാഗത്തിലുള്ള മരുന്നുകളാണ് മയക്കുമരുന്ന് സംഘങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്ത് MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗ് നിർമ്മിക്കാനുള്ള ക്ലാൻഡസ്റ്റൈൻ ലാബുകൾ പ്രവർത്തിക്കുന്നതായി രഹസ്യവിവരമുണ്ട്. അത് കണ്ടെത്താൻ പരിശോധന കർശനമാക്കും. മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് സൈബർ ഡിജിറ്റൽ സഹായം പോലീസ് എക്സൈസിന് നൽകും. DJ പാർട്ടികളും യുവാക്കളുടെ ആഘോഷങ്ങളും പോലീസും എക്സൈസും നിരീക്ഷിക്കും. ഇതുകൂടാതെ രാത്രികാലങ്ങളിൽ ഇന്റർസ്റ്റേറ്റ് ബസ്സുകളും ചരക്ക് വാഹനങ്ങളും സംയുക്തമായി പരിശോധിക്കാനും യോഗത്തിൽ തീരുമാനമായി. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.